കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് വീണ്ടും ദൈവശബ്ദം കേൾക്കാൻ അവിടുത്തെ ആത്മാവ് ഈ പകലും സഹായിക്കട്ടെ. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു, തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് സേവിക്കുന്നത്. കർത്താവ് ശക്തി നൽകിയാൽ ലോകം തരുന്നവനല്ല, ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. അതിനെ തടയാൻ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല. ആസാഫും കോരോത്തന്മാരും ഒക്കെ സങ്കീർത്തനങ്ങൾ പാടുമ്പോൾ പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, വേദന ഇല്ലാഞ്ഞിട്ടല്ല, അവിടെ ഒരാത്മാവിൽ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. മുട്ടുമടക്കി ദൈവവും പാകെ പകർന്നപ്പോൾ എന്നെ വലം കൈ പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നും അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുമെന്നും അവിടുത്തെ ആലോചനയാൽ എന്നെ നടത്തുമെന്നുമൊക്കെ ആസാവ് പറഞ്ഞത് പ്രതിസന്ധിയോ ദുഷ്ടശക്തികളോ തനിക്കെതിരെ ഇല്ലാഞ്ഞിട്ടല്ല. കുരോത്തന്മാരും അനുഭവങ്ങളുടെ ഏടെന്ന് പറയുകയാണ് 46-ാം സങ്കീർത്തനത്തിൽ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ എന്നല്ല, ഏറ്റവും അടുത്ത തുണ. വേദന വരുമ്പോഴും കഷ്ടം വരുമ്പോഴും അവർ രുചിച്ചറിഞ്ഞ കാര്യമാണ് സഹോദരങ്ങളെ പറഞ്ഞത്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല. ആ സങ്കീർത്തനമൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ അവർ ഉറപ്പിച്ച് പറയുന്നു, ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട്, കഷ്ടങ്ങളുടെ മധ്യ ദൈവമുണ്ട്. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൻ്റെ മധ്യ വീണാൽ, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാൽ ഞങ്ങൾ ഭയപ്പെടത്തില്ല. കാരണം ഞങ്ങളുടെ മധ്യേ ഉള്ളവനാരെന്ന് ഞങ്ങൾക്കറിയാം, സർവശക്തനാണെന്ന് ഞങ്ങൾക്കറിയാം. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നവനാണെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അറിവകത്ത് വന്നതുകൊണ്ടാണ് അവർ പാടുന്നത്, ഞങ്ങൾ പതറത്തില്ല, ദൈവം ഞങ്ങളുടെ മധ്യേ ഉണ്ട്. ഇന്ന് പകലിലും ധൈര്യത്തോടെ തൻ്റെ ജനത്തിന് പറയാൻ കഴിയണം, ജീവനുള്ള ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട്, ജീവിപ്പിക്കുന്ന ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട്. സർവശക്തൻ, അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, സൃഷ്ടിതാവ് ഞങ്ങളുടെ മധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുലുങ്ങിപ്പോകത്തില്ലെന്ന് ധൈര്യത്തോടെയും തൻ്റെ ഇടത്തോടെയും ആത്മശക്തിയോടെയും പറയാൻ എത്ര പേർ ഇന്ന് പകൽ നിയോഗിതരാകും? കുലുങ്ങട്ടെ, ഇരച്ച് കലങ്ങട്ടെ, തിരകളടിക്കട്ടെ, കൊടുങ്കാറ്റ് വരട്ടെ, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ഇന്ന് പകലും ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, കുലുക്കിക്കളയുവാൻ, തകർത്ത് കളയുവാൻ ഒക്കെ പദ്ധതികളുള്ളപ്പോഴും ധൈര്യമുണ്ട്. കാരണം പലസ് പറയുന്നു, ധൈര്യത്തോടെ ഇരിപ്പീൻ. കാറ്റടിച്ചപ്പോഴാണ് പറയുന്ന ധൈര്യത്തോടെ ഇരിപ്പീൻ. കാരണം ഞാൻ സേവിച്ചു വരുന്നവനും എൻ്റെ ഉടയവനുമായ കർത്താവിനോട് സംസാരിച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്. പ്രാണന് ഹാനി വരത്തില്ലെന്ന് സംസാരിച്ച കർത്താവ് ആരാന്ന് എനിക്കറിയാം. റോമിൽ എന്നെ എത്തിക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞവൻ വാക്കിൽ വിശ്വസ്തനാണ്. ഈ കൊടുങ്കാറ്റിനകത്ത്, ഈ കടലിനകത്ത് വെള്ളം മുക്കിക്കളയാൻ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നതെന്ന പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം. വാഗ്ദത്തം കേട്ടവൻ റോമിൽ നിൽക്കേണ്ടവൻ, പകുതി വഴിക്ക് മെലിത്തയിൽ ഒതുങ്ങേണ്ടവനല്ലെന്നേ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് തൂതേറ്റെടുക്കട്ടെ. ഒതുക്കാൻ നിൽക്കുന്നത് ചെറിയ ശക്തിയല്ല, ദേശാധിപതിയുടെ ശക്തികൾ. പാഞ്ഞെടുക്കുമ്പോഴും അഭിഷക്തന് പറയാനുള്ളത് ധൈര്യത്തോടിരിപ്പീൻ.
എന്നോട് സംസാരിച്ചവൻ ജീവിക്കുന്നവനാ. എന്നോട് സംസാരിച്ചവൻ ഇറങ്ങി വരുന്നവനാ. എന്നോട് സംസാരിച്ചവൻ കാറ്റിന്മേലും കടലിന്മേലും അധികാരമുള്ളവനാ. എത്ര പേർക്ക് ഈ ദൂത് വിശ്വസിക്കാൻ കഴിയും? അവർ ആമേൻ പറയട്ടെ, ആമേൻ പറയട്ടെ. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. യേശു ഗലീലയിലൊക്കെയും പ്രസംഗിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതിൻ്റെ പിന്നിൽ യേശു ചെയ്ത കാര്യം 35-ാം വാക്യമൊക്കെ വായിക്കണം. ആ ദേശത്ത് വ്യാപരിക്കുന്ന ഭൂതശക്തികൾ ചില വ്യക്തികളെ കീഴ്പ്പെടുത്തി അവരുടെ സ്വാതന്ത്ര്യത്തെ, ഭാവിയെ അടച്ച് മുമ്പോട്ട് വരേണ്ട ചിലതിനെ ഇരുട്ടുകൊണ്ട് മൂടി റൂമിനകത്ത് ഒതുക്കുന്നത് പോലെ ഒതുക്കി ഒന്നും കാണാൻ കഴിയാതെ ശരീരം വളരുന്നുണ്ട്, പക്ഷേ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിയിക്കാതെ ആ ദേശത്ത് വ്യാപരിക്കുന്ന മരണത്തിൻ്റെ വ്യാപാരമുണ്ട്, ഇരുട്ടിൻ്റെ വ്യാപാരമുണ്ട്, ഭൂതശക്തികളുണ്ട്. മാത്രമല്ല രോഗബാന്ധവങ്ങളുണ്ട്. എന്നാൽ യേശു പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ നോർമൽ പ്രസംഗമല്ല, ആത്മാവിൻ്റെ അഭിഷേകത്തോടെയുള്ള പ്രസംഗമായിരുന്നു. കാരണം അഭിഷേകത്തോടെ പ്രസംഗിക്കണമെങ്കിൽ, അഭിഷേകത്തോടെ ചവിട്ടണമെങ്കിൽ, ഭൂതങ്ങളെ പുറത്താക്കണമെങ്കിൽ നോർമലായി പറ്റില്ല. കാരണം 35-ാം വാക്യം, ആദ്യകാലത്ത് ഇരുട്ടോടെ യേശു എഴുന്നേറ്റ് പുറപ്പെട്ടു, ഒരു നിർജ്ജല സ്ഥലത്തേക്ക് ചെന്നു പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, അടുത്ത സ്റ്റെപ്പുകൾ എടുക്കേണ്ടതിന്, അടുത്ത തലങ്ങൾ വെളിപ്പെടേണ്ടതിന്, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ലഭിക്കേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് സ്വാഭാവികമായി അറിയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുകയാണ് യേശു ഇരുട്ടുള്ളപ്പോൾ. കാരണം ഇരുടിൻ്റെ വ്യാപാരങ്ങളെ തകർക്കാൻ ഇരുട്ടിനകത്തേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. പിടിച്ചു വെക്കുന്ന വ്യാപാരമാണ്, അന്ധത പിടിപ്പിക്കുന്നതാണ്, കാണിക്കാത്തതാണ്. പക്ഷേ ആ ഇരുട്ടിനകത്തേക്ക് ഒരുവൻ കയറുകയാണ്. ഇരുളിനെ അവിടെ വെച്ച് തന്നെ ബന്ധിച്ചൊതുക്കി വെളിച്ചത്തിൻ്റെ ശക്തി വ്യാപരിച്ചിട്ടാണ്, ആത്മപ്രവാഹം വന്നിട്ടാണ്, സ്വർഗീയ ഗൈഡൻസ് വന്നിട്ടാണ് യേശു പ്രസംഗിക്കാൻ പോയത്. അത് വന്നിട്ടാണ് ഗലീലയിൽ സഞ്ചരിച്ചത്, അത് വന്നിട്ടാണ് അവിടെ ചവിട്ടിയത്, അത് വന്നിട്ടാണ് ഭൂതങ്ങളോട് കൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്നു പകൽ ചിലയിടത്ത് ഇരുട്ട് വരുത്തുന്ന, വാഗ്ദത്തങ്ങളെ നിർവീര്യമാക്കുന്ന, ചിലതിനെ കീഴടക്കി വെച്ചിരിക്കുന്ന, ചില കുടുംബങ്ങൾക്ക് ചലിക്കാൻ കഴിയാതെ പോലെ, മുൻപോട്ട് വരാൻ കഴിയാതെ പോലെ പൈശാചിക മേഖലകൾ തടഞ്ഞു നിർത്തിയിരിക്കുന്ന, മറയിട്ടു നിർത്തിയിരിക്കുന്ന ചില വ്യാപാരങ്ങൾ അഴിയണമോ? ആ ഇരുളിൻ്റെ അകത്തേക്ക് കയറാൻ എഴുന്നേറ്റ് പുറപ്പെട്ട് അതിനകത്ത് ചെന്ന് ചാവിട്ടി ആ ബാന്ധവങ്ങളെ പൊട്ടിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി, അഭിഷേകത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ശക്തി ഏറ്റെടുത്തിട്ട് മുൻപോട്ട് വരുമെങ്കിൽ ഇരുളിൽ നിന്ന് നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അന്ധകാര മണ്ഡലങ്ങൾക്ക് ഒതുക്കാൻ പറ്റില്ല. ഭൂതശക്തികൾക്കോ പൈശാചിക മേഖലകൾക്കോ പിടിച്ചൊതുക്കാൻ തലമുറകളെയോ കുടുംബങ്ങളെയോ കഴിയില്ല. ഭാവി അടയ്ക്കാൻ കഴിയില്ല. സകല ഇരുളിനെയും തകർക്കുന്ന അനോയിന്റിങ്ങിൻ്റെ സ്പർശനം ഇന്നു പകൽ ദൈവാത്മാവ് ചില കുടുംബങ്ങൾക്ക് കൈമാറുന്നു, അഭിഷക്തന്മാർക്ക് കൈമാറുന്നു. ഇരുടാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം അന്ധത പിടിപ്പിച്ചതുപോലെ മൂവ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, എഴുന്നേൽക്കാൻ തയ്യാറാവണം, എഴുന്നേൽക്കാൻ തയ്യാറാവണം, എഴുന്നേൽക്കാൻ തയ്യാറാവണം, ആത്മാവിൽ എഴുന്നേൽക്കാൻ തയ്യാറാകണം.
അഭിഷേകത്തോടെ നിൽക്കാൻ തയ്യാറാകണം. ദൈവകൃപ ഏറ്റെടുക്കാൻ തയ്യാറാവണം. ആ പ്രാർത്ഥനയിൽ മുട്ടുമടക്ക്. ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത മണിക്കൂറുകൾ ചെയ്യേണ്ടത്, ചവിട്ടേണ്ട വിഷയം, മെതിക്കേണ്ട വിഷയം, കേൾക്കേണ്ട വിഷയം, ദൈവാത്മാവിന് നിങ്ങളോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയിലാണ്. കണ്ടോ, യേശു എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുകയാണ്. ആ ഇരുട്ടിലേക്ക് നടന്നെടുക്കുകയാണ്. ഇരുള് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഗലീലയുടെ മരണം പറഞ്ഞു, ഇനിയും പിടിച്ചൊതുക്കാൻ പറ്റില്ല. ഭൂതശക്തികൾ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല. കാരണം പ്രാർത്ഥിച്ച് ദൈവശക്തി ഏറ്റെടുത്ത് ഒരുവൻ വരുമ്പോൾ അതിനെ തടയാൻ ഏത് ശക്തിക്കാ കഴിയുന്നതെന്ന് ദൈവാത്മാവ് തിരിച്ചു ചോദിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രിയരെ, ഇന്ന് പകൽ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ, ദൈവശക്തി ഏറ്റെടുക്കാൻ പൗലോസ് അതല്ലേ ചെയ്തത്? കർത്താവിൽ നിന്ന് പ്രാപിച്ച് ചവിട്ടിയപ്പോൾ ഒരിക്കലും നടന്നിട്ടില്ലാത്ത വിഷയങ്ങൾ നടക്കാൻ തുടങ്ങി. ദേശത്ത് കൊടികുത്തി വാണ ദൂട്ട വ്യാപാരങ്ങൾ, അതിൻ്റെ അടിത്തറ ഇളകി, കരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകി. കേട്ടോ, അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന പൗലോസുമാർ എഴുന്നേൽക്കട്ടെ, ആരാധിക്കുന്ന ദബോരമാർ എഴുന്നേൽക്കട്ടെ, തപ്പെടുക്കുന്ന മിരിയാം എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, ആ ശബ്ദം കേൾക്കുന്ന ചില അഭിഷക്തന്മാർ, ദൈവദാസിമാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കുമെങ്കിൽ ഒരു ദുഷ്ടശക്തിയും ദേശത്തെ പിടിച്ചൊതുക്കാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. കുടുംബങ്ങളെ പിടിച്ചൊതുക്കാൻ അനുവദിക്കില്ല. ദൈവസഭയ്ക്കകത്ത് തളർന്നു കിടക്കാൻ അനുവദിക്കില്ല. ചില പത്രോസുമാർ എഴുന്നേൽക്കട്ടെ. പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകലിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനായി സ്തോത്രം. നുകക്കൈകളെ സ്വർഗം അഴിച്ചുവിട്ടതിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥനയ്ക്കകത്ത് കയറി ഇരുളിൻ്റെ വ്യാപാരങ്ങളെ ശാസിച്ച് ദൈവത്തിൽ നിന്ന് ശക്തി ഏറ്റെടുത്ത് മുൻപോട്ട് ചെന്ന് ചിലതിനെ ചവിട്ടി മെതിച്ച് ചില ഭൂതശക്തികളെ കീഴടക്കി വിട്ടുപോകാൻ കൽപ്പിക്കുന്ന അധികാരത്തിൻ്റെ ശക്തി ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് വരട്ടെ. തുറക്കുന്ന ശക്തി, പുറപ്പെടുവിക്കുന്ന ശക്തി, വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ ഇന്ന് പകൽ കർത്താവ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ, അധികാരത്തോടെ, ദൈവശക്തിയോടെ ചിലടത്ത് ചവിട്ടൂ, ദൈവകൃപ വ്യാപരിക്കുന്നു. ഇരുളിനെ ചവിട്ടൂ, അത് മാറിപ്പോകുന്നു. ദൈവശബ്ദം കേൾക്കൂ, മുൻപോട്ട് തന്നെ ഗമിക്കൂ. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.